PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട PSC സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന 10 SCRT ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ വീഡിയോസ് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു SCRT പാഠഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ SCRT ടോപ്പിക്സിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ 10 SCRT ടോപ്പിക്ക് നമുക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കാണുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വരുന്ന LDC, LGS, യൂണിവേഴ്സിറ്റി LGS മെയിൻസ്, LSGS എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും കാണുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ രാത്രി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സീരീസാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണേ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ PDF നോട്ട്സും എല്ലാം ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ 1857 കലാപം, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണ്? കലാപസ്ഥലം എവിടേക്കാണ്? ഓക്കെ. അപ്പോൾ കലാപസ്ഥലവും അതിന് നേതൃത്വം നൽകിയ നേതാക്കളും ഈ ഒരു ടേബിൾ SCRTയിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുമാണ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡൽഹിയിൽ 1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാ? റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത്, ഇതാണ് PSCയുടെ സ്ഥിരം ചോദ്യം കേട്ടോ. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ബീഗം ഹസ്രത്ത് മഹൽ. ദെൻ അടുത്തതും സ്ഥിരം ചോദ്യമാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇനി നെക്സ്റ്റ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്തിയ തോപ്പി. ദെൻ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് എന്നത് അറിഞ്ഞിരിക്കുക. അതുപോലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SCRTയിലുള്ളത്. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പരിഷ്കർത്താക്കളും അവയുടെ ആശയങ്ങളും, പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. ഇതിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസ്ഥാനം ആര്യസമാജം. ആര്യസമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ. സ്വാമി ദയാനന്ദ സരസ്വതി. എന്താണ് ആര്യസമാജത്തിന്റെ ആശയം എന്ന് പറയുന്നത്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആര്യസമാജം. ആര്യസമാജത്തിന് നേതൃത്വം നൽകിയത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ. അടുത്തത് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരാണ് സ്ഥാപിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. എന്താണ് രാമകൃഷ്ണ മിഷന്റെ ആശയം? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ എങ്ങനെ ചോദിക്കാം? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? രാമകൃഷ്ണ മിഷൻ. അല്ലെങ്കിൽ ഇത് ചേരുംപടി ചേർക്കലിന്റെ രൂപത്തിലും ചോദിക്കാം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ച രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഈ രീതിയിലൊക്കെ ഇവിടെ നിന്ന് ചോദ്യം വരാം, ചേരുംപടിയായിട്ടും വരാം. അടുത്തത് നോക്കിക്കേ. അലിഗഡ് പ്രസ്ഥാനം.
അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. എന്താണ് ആശയം? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ച പ്രസ്ഥാനം ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അടുത്തതാണ് പ്രാർത്ഥനാ സമാജം. PSCയുടെ സ്ഥിരം ചോദ്യമാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. എന്താണ് പ്രാർത്ഥനാ സമാജത്തിന്റെ ആശയം? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടത് ആരാണ്? പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. സ്ഥിരം ചോദ്യം. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആനി ബസന്റ്. ആനി ബസന്റ് ആണ്. ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടത് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ്. നെക്സ്റ്റ് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം ആരുടേതാണ്? വീരേശലിംഗം. വീരേശലിംഗം. എന്തൊക്കെയാണ് ആശയം? വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയത് ഹിതകാരിണി സമാജം. സ്ഥാപിച്ചത് വീരേശലിംഗം. അടുത്തത് സത്യശോധക് സമാജം. സത്യശോധക് സമാജം സ്ഥാപിച്ചതാരാ? ജ്യോതിബ ഫൂലെ. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ. ആശയം എന്താ? ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുകയും പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്ത പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സത്യശോധക് സമാജം. ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിബ ഫൂലെ. ഓക്കെ, അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ ആണ്. അതിന്റെ ആശയം എന്താണ്? ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. ബ്രാഹ്മണ മേധാവിത്വം, ജാതി വ്യവസ്ഥ എന്നിവയെ എതിർത്തത് സ്വാഭിമാന പ്രസ്ഥാനം. ആരുടെ സ്ഥാപിച്ചതാണ്? EV രാമസ്വാമി നായ്ക്കർ. അടുത്തതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ പേര് പോലെ തന്നെ ശ്രീനാരായണ ഗുരു ആണ് സ്ഥാപിക്കുന്നത്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസവുപരമായ പുരോഗതിക്കായി നിലകൊണ്ടു എന്നതാണ് ആശയമായിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് പ്രസ്ഥാനവും പരിഷ്കർത്താക്കളുമാണ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ ആരുടെയാ? സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് SCRTയിൽ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയതും. ആരൊക്കെയാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരും ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വരുന്നത് ഹിന്ദു, സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രങ്ങൾ G സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഹിന്ദു പത്രം. അതുപോലെ സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രം G സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ആരുടെയാ? ശിശിർ കുമാർ ഘോഷും അതുപോലെ മോത്തിലാൽ ഘോഷുമാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റുവുമാണ്. ബോംബെ സമാചാറിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് ഫർദൂർജി മർസബാൻ. ബോംബെ സമാചാർ പത്രത്തിന്റെ നേതാവ് ആരാണ്? ഫർദൂർജി മർസബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങളുടെ നേതാവാരാ? ബാലഗംഗാധര തിലക്. അപ്പോൾ G സുബ്രഹ്മണ്യ അയ്യർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഹിന്ദു ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. പിന്നെ അമൃത ബസാർ പത്രിക എന്ന് പറയുമ്പോൾ നമുക്ക് കത്രികയായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിശിർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം.
അപ്പോൾ അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. ബോംബെ സമാചാർ ഫർദൂർജി മർസബാൻ, ഫർദൂർജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബോംബെ ആയിട്ടൊരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. അടുത്തത് കേസരി മറാത്ത, കേസരി മറാത്ത എന്നൊക്കെ പറയുമ്പോൾ ഈ കേസരി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു സ്വീറ്റ് ആണ് അല്ലേ. അത് ഈ ബാലന്മാർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജി ആണ് കേട്ടോ. ബംഗാളി എന്ന് പറയുന്ന പത്രം ആരുടേതാണ്, സുരേന്ദ്രനാഥ് ബാനർജി. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അപ്പം എങ്ങനെ ഓർക്കാം, ഈ വോയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ നാവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് നാവ് ഉണ്ടെങ്കിലേ നമുക്ക് വോയിസ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പം നാവ് ഉണ്ടെങ്കിലേ വോയിസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്തത് ഷോം പ്രകാശ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് അപ്പോൾ എന്താണ്, നമുക്ക് ഈ പ്രകാശം കാണിച്ചു തരുന്നത് അല്ലെ, ഈശ്വരൻ, ചന്ദ്രൻ, വിദ്യ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കാണിച്ചു തരുന്നതാണ് അല്ലെ. ഈശ്വരനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും വിദ്യ ആണെങ്കിലും. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യാം. ന്യൂ ഇന്ത്യ കോമൺവീൽ ആരുടെയാണ്, മിസ്സിസ് ആനി ബസന്റ് അല്ലെ, ബസന്റ്. അപ്പോൾ ബസന്റ് എന്ന് പറയുമ്പോൾ ബസ്സുമായിട്ട് കണക്ട് ചെയ്യാം. ബസ്സിന് എന്തുണ്ടാവും, വീലുണ്ടാകും. ആ വീല് ഒരു പുതിയ വീലാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ന്യൂ വീലാണ്, ബസ്സിന്റെ ന്യൂ വീൽ എന്നുള്ള രീതിയിൽ ന്യൂ ഇന്ത്യ കോമൺവീൽ ആരുടേതാണ്, ആനി ബസന്റ്. അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. ഇപ്പം ഹരിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് മഹാത്മാഗാന്ധി ഓർമ്മ വരും അല്ലെ, അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പിന്നെ യങ് ഇന്ത്യ, ഏത് യങ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും, ഇന്ത്യയിലുള്ള ഏത് യങ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഗാന്ധിജി അറിയാൻ പറ്റുമെന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അടുത്തത് അൽ ഹിലാൽ ആരുടെയാ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൗലാൽ എന്നുള്ള രീതിയിൽ മോഹൻലാലും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ ലാലും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ആരുടേതാണ്, ലാലാ ലജ്പത് റായ്. അപ്പം നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, നന്ദലാല എന്ന് പറഞ്ഞിട്ട്. അപ്പം നന്ദലാല എന്നുള്ളതിന് പകരം വന്ദലാല എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. വന്ദേ മാതരം ലാലാ ലജ്പത് റായുടേതാണെന്ന് ഓർക്കുക. നേഷൻ എന്ന് പറയുന്ന പത്രം ആരുടേതാണ്, ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ് നേഷൻ എന്ന് പറയുന്ന പത്രം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങളും അവരുടെ നേതാക്കളും. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, അതുപോലെ ബോംബെ സമാചാർ ഫർദൂർജി മർസബാൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവീൽ മിസ്സിസ് ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് SCERT-യിലുള്ളത്. കൃതികളും എഴുത്തുകാരും അത് ഏതു ഭാഷയിലാണ് എന്നുള്ളതും. അപ്പോൾ ഇതും നമുക്ക് സ്ഥിരം ചോദ്യം വരുന്ന ഭാഗമാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഗോര, ഗീതാഞ്ജലി. ഇത് രണ്ടും ആരുടേതാണ്, രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എല്ലായിടത്തും ഒരു ഗായുടെ കളിയുണ്ട്. ഗോര, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ. ഏതു ഭാഷയാ, ബംഗാളി. എല്ലായിടത്തും ഒരു ഗായ് ഉണ്ട് അല്ലേ. അപ്പൊ ഗോര, ഗീതാഞ്ജലി ടാഗോറിന്റെ ബംഗാളി ഭാഷയിലുള്ള കൃതികളാണ്. ഗോര, ഗീതാഞ്ജലി ടാഗോറിന്റെ ബംഗാളി ഭാഷയിലുള്ള കൃതികളാണ്. അങ്ങനെ ഒരു താളത്തിൽ പഠിച്ചു വെച്ചേക്കണേ. അടുത്തത് സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ. ഇതെല്ലാം പ്രേംചന്ദിൻ്റെതാണ്. ഹിന്ദി ഭാഷയിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്, ഹിന്ദി ഭാഷയിൽ. അപ്പോൾ പ്രേംചന്ദ് എന്ന് പറയുമ്പോൾ പ്രേമാശ്രം, അതിൽ തന്നെ പ്രേം എന്നുള്ളതുണ്ട് അല്ലേ. പ്രേമാശ്രം പ്രേംചന്ദിൻ്റെതാണ്. ഈ പ്രേമിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, അവർക്ക് സേവ ചെയ്തു കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെന്താണ്, പ്രേമിക്കുന്നവർ ഒരു എന്താണ് രംഗഭൂമി അല്ലേ, അവർ തമ്മിൽ പ്രേമിക്കുമ്പോൾ പല പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു രംഗഭൂമിയായി മാറും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഗോദ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഗുസ്തിയായിട്ട്
ഇതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഈ പ്രേമിക്കുന്നവർ നമ്മൾ ഗുസ്തി പിടിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പം സേവാ സദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ ഇതെല്ലാം പ്രേംചന്ദിൻ്റെതാണ്. പ്രേംചന്ദ് അതിൻ്റെ ഇന്ത വെച്ചിട്ട് നമുക്ക് ഏത് ഭാഷ കണക്ട് ചെയ്യാം? ഹിന്ദി എന്നുള്ള ഭാഷയും കൂടെ കണക്ട് ചെയ്ത് വയ്ക്കാം. പ്രേംചന്ദ് എഴുതിയ സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ ഹിന്ദി ഭാഷയിലാണ്. അടുത്തത് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് ഇതെല്ലാം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഏതിലാണ് എഴുതിയിട്ടുള്ളത്? തമിഴ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് തമിഴിലാണ് എന്നുള്ളത്. സുബ്രഹ്മണ്യ ഭാരതിയെയും നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അതൊരു ഉറുദു ഭാഷയാണ് അല്ലേ. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്ന് പറയുന്നത് ഉറുദു ഭാഷയിലുള്ള കൃതിയാണ്. ആരാ എഴുതിയത്? അൽത്താഫ് ഹുസൈൻ ഹാലി. അൽത്താഫ് ഹുസൈൻ ഹാലി. അപ്പം എങ്ങനെ ഓർക്കാം? ഇവിടെ ഒരു ഹായ് ഉണ്ട് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലും എന്തുണ്ട്? ഹുസൈൻ ഹാലി എന്നുണ്ട് അല്ലേ. അപ്പം അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഉറുദു ഭാഷ. അടുത്തത് നിബന്ധമാല. നിബന്ധമാല എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് എഴുതിയത്. ഏതു ഭാഷ? മറാത്തി ഭാഷ. മറാത്തി ഭാഷയിലാണ് നിബന്ധമാല. മറാത്തി ഭാഷ ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. നിബന്ധമാല എഴുതിയിരിക്കുന്ന ഭാഷ മറാത്തി ഭാഷ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷ്ണന് നമ്മൾ മാലയൊക്കെ ചാർത്തുന്നത് ഓർക്കുക കേട്ടോ. അപ്പം നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് നിബന്ധമാല. എഴുതിയത് മറാത്തിയിലാണ്. മറാത്തിയാണ് കേട്ടോ, മറാത്തി. ഓക്കെ, മാല, മറാത്തി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് ആ പേര് കേൾക്കുമ്പോൾ പറയാം. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ ഇതെല്ലാം മലയാള ഭാഷയിലാണ് എഴുതിയത്. എഴുതിയതാരാ? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ, അപ്പം അത്രയും കൃതികൾ അത് എഴുതിയത് ആരാണ്, ഏതു ഭാഷയിലാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോര ഗീതാഞ്ജലി ടാഗോർ ബംഗാളി, സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി, പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയാണ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നും എടുത്തിട്ടുണ്ട്. ഇനി ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, SCERTയിലുള്ള ഒരു ടേബിളാണ്. ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് ചുരങ്ങൾ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് വശങ്ങളിലുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ പാതകൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തേത് ലിപ്പുലേഖ് ചുരം. ഇതിൽ നിന്നും തന്നെയാണ് PSC മാറി മാറി ചോദിക്കുന്നത്. ഈ ഒരു SCERT ടേബിളിൽ നിന്ന് തന്നെയാണ് എന്നും ചുരങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നത്. സോ ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ചുരം. എങ്ങനെ കണക്ട് ചെയ്യാം? ലിപ്പ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ലിപ്പ്, ചുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ചുണ്ട് ഉപയോഗിച്ചിട്ടാണ് ഉത്തരം പറയുന്നത്. അതുപോലെ ടീ കുടിക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഉത്തരം പറയുന്നതും ടീ കുടിക്കുന്നതും ലിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഷിപ്പ് ഏതാണ്? ടൈറ്റാനിക്കിനെ ഓർക്കാലോ. അപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റാനിക് TI എന്ന് നമ്മൾ എഴുതുമല്ലോ. അപ്പോൾ ടിബറ്റ് കിട്ടി. ഇത് ഒരു ഹിമത്തിലാണ് കൊണ്ടിടിച്ചത് അല്ലേ. ടൈറ്റാനിക് തകർന്നത് എങ്ങനെയാണ്? ഒരു ഹിമത്തിൽ കൊണ്ടിടിച്ചിട്ടാണ്. അപ്പോൾ ഷിപ്പ് ഏത് ഷിപ്പാണ്? ടൈറ്റാനിക് ഷിപ്പ് ഹിമത്തിൽ ഇടിച്ചു എന്ന് ഓർത്താൽ മതി. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. അടുത്തത് സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് എന്നുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഓർക്കാം? നല്ല ശ്രീയുള്ള, അതായത് നല്ല ഐശ്വര്യമുള്ള കാറ്, കാറ് കേട്ടോ, നല്ല ഐശ്വര്യമുള്ള കാറ് കണ്ടാൽ, സോ കണ്ടാൽ നമ്മൾ വാങ്ങിക്കും അല്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സോജില, ശ്രീനഗർ, കാർഗിൽ. ഇപ്പം ശ്രീത്വമുള്ള കാറ് കണ്ടാൽ നമ്മൾ കണ്ടാൽ എന്നുള്ളത് കണ്ടു എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് കേട്ടോ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ഓർക്കാം. അതായത് നമ്മുടെ നാഥൻ, വീട്ടിലെ നാഥൻ എന്ത് ചെയ്യും? സിക്കിം എന്ന് പറയുന്ന, സിക്കിം ലോട്ടറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം നാഥുല എന്ന് പറയുമ്പോൾ നാഥൻ സിക്കിം ലോട്ടറി ഒക്കെ എടുക്കാറുണ്ട്, ബെറ്റ് വെച്ചിട്ട്, ഫ്രണ്ട്സിനോട് ബെറ്റൊക്കെ വെച്ച് സിക്കിം ലോട്ടറി എടുക്കുന്ന ആളാണ് നാഥൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതാണ് നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് ഹിമാലയൻ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചും സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പം അതിൽ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകം. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം എത്ര? 2880 കിലോമീറ്റർ. 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ഏകദേശ ദൂരം. എന്നാൽ അത് ഇന്ത്യയിലൂടെ എത്ര കിലോമീറ്റർ ആണ് ഒഴുകുന്നത്? 709 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഇനി സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ താഴെ തന്നിരിക്കുന്നവയിൽ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ പോഷക നദികൾ: 1 ജലം, 2 ചിനാബ്, 3 രവി, 4 ബിയാസ്, 5 സത്ലജ്. ഇതെല്ലാം സിന്ധു നദിയുടെ പോഷക നദിയാണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി സിന്ധു നദി ഒഴുകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഇനി ഇതെവിടെയാണ് എത്തിച്ചേരുന്നത്? അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ബാക്കി ഗംഗയും ബ്രഹ്മപുത്രയും എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഒഴുകുന്നത് ജമ്മു കാശ്മീരിലൂടെയാണ്. പോഷക നദികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകം. ഏകദേശ നീളം 2880 ആണെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. ഓക്കെ, ഇനി അടുത്ത നദിയാണ് ഗംഗാ നദി. അടുത്ത ഹിമാലയൻ നദി ഏതാണ്? ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 2500 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ഏതൊക്കെ? ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അതുപോലെ സോൺ, അതുപോലെ തന്നെ ഘാഗ്ര, കോസി, അതുപോലെ ഗാണ്ഡക്. ഓക്കെ, അപ്പൊ യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക് തുടങ്ങിയവ ഗംഗാ നദിയുടെ പോഷക നദികളാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഗംഗാനദി ഒഴുകുന്നത് 1 ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്, ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്, ബീഹാറിലൂടെ ഒഴുകുന്നുണ്ട്, പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്നുണ്ട്,
ജാർഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്. ഏതിലൂടെയൊക്കെയാണ് ഗംഗാനദി ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. പതിക്കുന്നത് എവിടെയാ? ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഓക്കെ, അടുത്തത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെയുള്ള നീളം 725 കിലോമീറ്റർ ആണ്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്റ്റ, അതുപോലെ മാനസ്, ലോഹിത്, സുബൻസിരി. ഏതൊക്കെയാണ്? തീസ്ത, മാനസ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയുമാണ് ഒഴുകുന്നത്. അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയും ഒഴുകുന്ന നദിയാണ് ഏത്? ബ്രഹ്മപുത്ര നദി. ഇത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ചെന്നിട്ടാണ്, ബംഗാൾ ഉൾക്കടലിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക ഹിമാലയൻ നദികളിൽ. ഇനി അടുത്തത് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികളും ഇതുപോലെ തന്നെയാണ്, ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് PSC സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നത്. സോ ഉപദ്വീപീയ നദികൾ, അതിൽ ഏതൊക്കെ നദികളാണ് വരുന്നത്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. അപ്പോൾ ഈ പറയുന്ന ഉപദ്വീപീയ നദികളുടെ ഉത്ഭവം പഠിച്ചിരിക്കണം. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കലാ നിരകൾ, മധ്യപ്രദേശിലെ മൈക്കലാ നിരകളിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 857 കിലോമീറ്റർ. 857 കിലോമീറ്റർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, അതുപോലെ ടെല്ല് കേട്ടോ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബും ടെല്ലുമാണ്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെന്നുചേരുന്ന കടൽ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് ചെന്നുചേരുന്നത്. ഇനി ഗോദാവരിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇനി ഏകദേശ നീളം 1465 കിലോമീറ്റർ ആണ്. 1465 കിലോമീറ്റർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഇന്ദ്രാവതിയും ശബരിയുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ചെന്നുചേരുന്നത് എവിടെയാണ്? ഇതും ബംഗാൾ ഉൾക്കടലിലാണ് ചെന്നുചേരുന്നത്. അടുത്തത് കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. പശ്ചിമഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. അതാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം. ഏകദേശ നീളം 1400 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഭീമയും തുംഗഭദ്രയുമാണ്. തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ചെന്നുചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് കാവേരി നദികളുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളാണ് കേട്ടോ. കർണാടകയിലാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത് എന്ന് ചോദിച്ചാൽ കാവേരി നദിയാണ്. ഏകദേശ നീളം 800 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ കബനിയും അമരാവതിയുമാണ്. അമരാവതി. ചെന്നു പതിക്കുന്നത് എവിടെയാ? ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ്. എന്നാൽ അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളുണ്ട്. അത് ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും എവിടെയാണ് പതിക്കുന്നത്?
അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? മൈക്കല നിരകളിൽ നിന്നുമാണ്. ഏകദേശ നീളം 1312 കിലോമീറ്റർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഹിരൺ അതുപോലെ ബെഞ്ചൻ ആണ്. ബെഞ്ചൻ. താപ്തി നദിയുടെ ഉത്ഭവം മുണ്ടായ് പീഠഭൂമി, മധ്യപ്രദേശിലെ ബൈദുൽ ജില്ലയിലെ മുണ്ടായ് പീഠഭൂമി. നീളം 724 കിലോമീറ്റർ. പ്രധാന പോഷക നദികൾ ആനർ അതുപോലെ ഗിർണയുമാണ്. ഗിർണ. അപ്പൊ നർമ്മദ, താപ്തി നദികളാണ് അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് SCERT-യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേബിളാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാർഷിക കാലവും അതിൻ്റെ വിളയിറക്കൽ കാലവും വിളവെടുപ്പ് കാലവും പ്രധാനപ്പെട്ട വിളകളും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കാർഷിക കാലങ്ങളിൽ ഖാരിഫിൻ്റെ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. അതായത് മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടിയാണ് ഈ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. ഇനി വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരമാണ്. അതായത് മൺസൂണിന്റെ അവസാനം. പ്രധാന വിളകൾ ഏതൊക്കെയാ? ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി. തിനവിളകൾ ചണം, കരിമ്പ്, നിലക്കടല. ഏതൊക്കെയാണ്? ചോളം, ചണം, നെല്ല്, കരിമ്പ്, പരുത്തി, തിനവിളകൾ, നിലക്കടല എന്നിവയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഇനി റാബി വിളകൾ വിളയിറക്കുന്നത് നവംബർ മധ്യത്തോടു കൂടിയാണ്. അതായത് ശൈത്യകാല ആരംഭം. എപ്പോഴും PSC ചോദിക്കുന്നതാണ് ശൈത്യകാല വിള ഏത് എന്നുള്ളത്. അപ്പൊ ശൈത്യകാല വിളയാണ് റാബി. അത് വിളവെടുക്കുന്നത് മാർച്ചിലാണ്, വേനലിന്റെ ആരംഭത്തോടു കൂടിയാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ? തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ തന്നിട്ടുള്ളതിൽ റാബി വിള ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. റാബി വിള എന്ന് പറയുന്നത് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് റാബി വിളകൾ. അടുത്തതാണ് സൈദ് വിളകൾ വിളയിറക്കുന്നത് മാർച്ച് മാസമാണ്. അതായത് വേനലിന്റെ ആരംഭത്തിലാണ്. വിളവെടുക്കുന്നത് ജൂൺ മാസത്തിന്റെ ആരംഭത്തിലാണ്. പ്രധാനപ്പെട്ട സൈദാണ് എന്ത്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ ഖാരിഫ് വിളവിറക്കുന്നത് ജൂൺ മാസം, റാബി നവംബർ, സൈദ് മാർച്ച്. ഇനി ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ ചണം, കരിമ്പ്, നിലക്കടല. റാബി വിളകൾ എന്ന് പറയുന്നത് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സൈദ് എന്ന് പറയുമ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് SCERT-യിൽ തന്നിട്ടുള്ള ഭാഗമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഇവിടെ നിന്നും PSC സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ആദ്യത്തേത് താരാപൂർ എന്ന് പറയുന്ന ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഓർക്കാം? ഈ മഹാനായിട്ടുള്ള ആളുകളൊക്കെ അല്ലെ, ഈ താരം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമാ താരങ്ങളെയൊക്കെ ഓർക്കാം അല്ലെ. സിനിമാ താരങ്ങളൊക്കെ മഹാന്മാരായിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർക്കാം അല്ലെ. അപ്പൊ താരാപൂർ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ ആണവോർജ നിലയം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാവത്ത് ഭട്ട ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. റാവത്ത് ഭട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം, കൂടംകുളം എന്ന് പറയുന്ന രണ്ടെണ്ണം നമുക്ക് പേരും കേൾക്കുമ്പോൾ തന്നെ അറിയാം തമിഴ്നാട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് രാജസ്ഥാൻ ഓർക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ഭടന്മാരുണ്ടാവും അല്ലെ. ഭടൻ എന്നുള്ള രീതിയിൽ നിന്നും ഭട്ട ഓർക്കുക കേട്ടോ. റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ്. കൽപ്പാക്കം, കൂടംകുളം എവിടെയാ? തമിഴ്നാടാണ് നമുക്കറിയാം. കൈക കർണാടകയിലാണ് കൈക സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കൈക കർണാടകം. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി കാക്രപ്പാറ ഗുജറാത്തിലാണ്. കാക്രപ്പാറ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. നറോറ ആണവോർജ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉത്തർപ്രദേശ്. താരാപൂർ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. റാവത്ത് ഭട്ട രാജസ്ഥാനിൽ, കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്, കൈക കർണാടകം, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് ജലഗതാഗതം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ദേശീയ ജലപാതയെ കുറിച്ചൊരു ടേബിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ പഠിക്കുന്നതിന് മുൻപ് ഇവിടെ നമുക്ക്
ഒന്ന് രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജലഗതാഗതത്തെ പൊതുവെ രണ്ടായി തിരിക്കാം. എങ്ങനെയൊക്കെയാ? ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? നദികൾ, കായലുകൾ, കനാലുകൾ. ഇനി ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണേ. ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ഗംഗാ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ഡോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്ന നദികൾ ഏത് എന്ന് ചോദിക്കാലോ. അപ്പൊ പഠിച്ചു വെച്ചേക്ക. ഗംഗാ ബ്രഹ്മപുത്ര നദികൾ പോഷക നദികൾ, ഗോദാവരി കൃഷ്ണ നദികൾ പോഷക നദികൾ, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ഡോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. ഇനി ഇവിടെ നിന്നും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ 5 ദേശീയ ജലപാതകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 5 എണ്ണം. ആ 5 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്, 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ഗംഗ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ 1ാമത്തെ നദിയായ ഗംഗയിലാണ്, ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഇനി അത് കണക്ട് ചെയ്യുന്ന എവിടെ മുതൽ എവിടം വരെ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. അപ്പൊ അലഹബാദ് എന്ന് പറയുമ്പോൾ A ആണ് അല്ലെ, അതായത് നമ്മുടെ ആൽഫബറ്റ്സിലെ 1ാമത്തെ അക്ഷരമായിട്ടുള്ള Aയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അലഹബാദ് മുതൽ ഹാൽഡിയ. ഹാൽഡിയ എന്ന് എഴുതുമ്പോൾ H എങ്ങനെ എഴുതാം? നമ്മൾ 1 എന്ന് എഴുതിയിട്ടില്ല H എഴുതുന്നത്. അപ്പൊ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. എത്ര നീളം? 1620 കിലോമീറ്റർ. ഇനി ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പൊ ഗംഗാ നദി 1ാം സ്ഥാനം എന്ന് പറഞ്ഞ് ഒന്ന് ഓർത്തു. ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ AB എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെറ്റർ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ദേശീയ ജലപാത 2 B വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രഹ്മപുത്ര നദിയിലാണെന്നുള്ളത് ഓർക്കാം. അപ്പൊ ഈ B എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ സെക്കൻഡ് എന്ന് നമ്മളൊന്ന് എഴുതി നോക്കിക്കേ. അപ്പൊ S ഇവിടെ D ആണ്. അപ്പൊ എവിടെ മുതൽ എവിടം വരെയാണ്? സാദിയ മുതൽ ധൂബ്രി വരെ. S എന്ന് പറയുമ്പോൾ സാദിയ, D എന്ന് പറയുമ്പോൾ ധൂബ്രി. അപ്പൊ സാദിയ മുതൽ ധൂബ്രി വരെയാണ് ദേശീയ ജലപാത 2. ഇനി ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേട്ടോ. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. പശ്ചിമ തീര കനാലാണ്. പശ്ചിമ തീര കനാലാണ് അല്ലെ. അപ്പൊ വെസ്റ്റ് എന്നുള്ളതിലെ പശ്ചിമം എന്ന് പറയുമ്പോൾ നമുക്ക് വെസ്റ്റ്. ആ വെസ്റ്റ് എന്ന് പറയുമ്പോൾ W ആണ്. ആ Wനെ ഒന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ച് വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ദേശീയ ജലപാത 3 പശ്ചിമ തീര കനാൽ വെസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, വെസ്റ്റ് കോസ്റ്റ് എന്നുള്ളത് അവിടെ നമുക്ക് കിട്ടിക്കോളും. അപ്പൊ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്നിട്ടാണ്. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്നതാണ് 4 എന്ന് പറയുന്നത് കേട്ടോ. ഗോദാവരി കൃഷ്ണ നദികളാണ്. ഇനി എവിടെ മുതൽ എവിടം വരെ? കാക്കിനട മുതൽ പുതുച്ചേരി വരെ. കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4 വരുന്നത്. ഇനി ദേശീയ ജലപാത 5 ഇത് അധികം ചോദിച്ചു കാണാറില്ല. ഈ 4 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ടും ചോദിച്ചു കാണുന്നത് കേട്ടോ. 5ാമത്തേത് പൂർവ്വതീര കനാലാണ് കേട്ടോ. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ് ആണ്. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 എണ്ണം എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാൽ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളാണ്, കാക്കിനട മുതൽ പുതുച്ചേരി വരെ. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലിലാണ്, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 10 ടോപ്പിക്സ്.
ടോപ്പിക്സ് കേട്ടോ. SCERTയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ സ്ഥിരം ചോദ്യം വരുന്ന 10 ടോപ്പിക്സ് നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ബാക്കി ഇതുപോലെയുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ഇപ്പോൾ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഷെയർ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് നമുക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.